ഷെഫ് ഇത്രയും സാധനങ്ങൾ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ എന്താണ് പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേക്കൂ. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ആദ്യം തന്നെ എടുത്തത് നമ്മൾ പംകിനാണ്. പംകിൻ വിൽ ഗോ ഫോർ എ പംകിൻ സൂപ്പ്. പംകിൻ സൂപ്പ്, റോസ്റ്റഡ് പംകിൻ എന്തെങ്കിലും അങ്ങനെ സൂപ്പ് വെച്ച്. ചിക്കൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, ചിക്കൻ വെച്ചിട്ട് ചിക്കൻ എന്തായാലും ഇഷ്ടമാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ വിത്ത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ബട്ട് ലോ കലോറീസ് പംകിൻ. ഡെഫിനറ്റ്ലി ദേ ലൈക്ക് കുറച്ച് ക്രീമൊക്കെ ഒഴിച്ചിട്ട് സൂപ്പ്. ദെൻ വിൽ ഗോ ഫോർ എ റോ മാംഗോസ് ഉണ്ട്, ആൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റോ മാംഗോ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഡ്രിങ്ക്, അപ്പോൾ അത് പ്ലാൻ ചെയ്യാം. പിന്നെ ഡെഫിനറ്റ്ലി ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പോൾ ഫിഷ് വെച്ചിട്ട് നമുക്ക് ഒരു കേരള ക്യൂസിൻ ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്കൊരു കറീസ് പോവാം. ബ്രസ്റ്റ് ഉണ്ട്, വെസ്റ്റേൺ ക്യൂസിൻ ട്രൈ, അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷനിലേക്ക് പോവാം. ഓൺ ദ വേ നമുക്ക് നോക്കാം എന്താ അവൈലബിൾ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ആയി ആക്ച്വലി. സോ വി ഗോണ ഗെറ്റ് സ്റ്റാർട്ടഡ് ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ലേറ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും, അപ്പം പിന്നെ പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമുക്കിപ്പോൾ പംകിൻ കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെൽക്കം ഡ്രിങ്ക്സ് റെഡിയാക്കാം. ഓക്കെ ഫൈൻ. ഇത് പംകിൻ സീഡ്സും ദീസ് ആർ വെരി ഗുഡ്. പംകിൻ സീഡ്സ് ഇപ്പോൾ അല്ലെങ്കിലും അവൈലബിൾ ആണല്ലോ മാർക്കറ്റിൽ. ഡ്രൈ ഫ്രൈ റോസ്റ്റഡ് ടൈപ്പ് അവൈലബിൾ. നോർത്ത് ഇന്ത്യൻ ക്യൂസിൻസിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്, ഡെസേർട്ടുകളിൽ അവർ അങ്ങനെ ഡെസേർട്ടുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാറുണ്ട്. ആൾക്കാർ പ്രിഫർ ചെയ്യില്ല, കാരണം സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ വൈറ്റമിൻസ് മിനറൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആൾക്കാർ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വളരെ കോസ്റ്റ് കുറഞ്ഞ ഒരു വെജിറ്റബിൾ കൂടിയാണിത്. ഇത് പംകിൻ എന്ന് പറയുന്നത്. ഗാർലിക് വെച്ച് കുക്ക് ചെയ്യാറുണ്ടോ മാഡം? നമ്മുടെ നാടൻ ഡിഷിനകത്ത് എല്ലാം ഗാർലിക് ഇല്ലാത്ത. അതന്നെ, ഗാർലിക്കിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിയാമോ? ഗാർലിക് ഇതൊരു ആൻറ്റിബയോട്ടിക് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഇറ്റ്സ് ഗുഡ് ഫോർ ബ്ലഡ് ഡയലൂട്ടിങ്. ബ്ലഡ് കുറേ തിക്കാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലതാണ് ഗാർലിക് കുറച്ച് അധികം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഗാർലിക് ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ല, ഒരുപാട് കഴിക്കണ്ട. എനിക്കറിയാവുന്ന ഒരാളുടെ അടുത്ത് ബ്ലഡ് പ്രഷർ ഏതാണ്ട് ബ്ലഡ് പ്രഷർ ഒരുപാട് കുറഞ്ഞു. കൊളസ്ട്രോൾ കുറയും. പിന്നെ ജോയിൻസിനൊക്കെ നല്ലതാണ്. നമ്മുടെ ജോയിൻസ് ആവശ്യത്തിന് കഴിക്കാവോ, അധികമായാലും അമൃതം വിഷമാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് നമുക്ക് ഇപ്പോൾ ആൾറെഡി നമ്മൾ പംകിൻ റോസ്റ്റ് ചെയ്യാൻ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് നമ്മളൊരു മെയിനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ച് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ബ്രസ്റ്റാണ് അല്ലേ, ബ്രസ്റ്റാണ് നമുക്ക് നല്ലത്. കാരണം നമുക്കൊരു വെസ്റ്റേൺ ടൈപ്പിലൊരു ക്രം ഫ്രൈഡ് അങ്ങനെ എന്തെങ്കിലും വേണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ക്രംസ് വേണം. പിന്നെ എന്തെങ്കിലും ഒരു ഫില്ലിങ് വേണം. ക്രംസ് ഉണ്ടല്ലേ, അപ്പോൾ ഒരു ഫില്ലിങ്ങിനായിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ട് വേണം. സോസേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോസേജ് ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റ് റെഡിയാണ്. ചിക്കൻ ഈസ് റിച്ച് വിത്ത് ഫൈബേഴ്സ് ആൻഡ് ഒബ്വിയസ്ലി പ്രോട്ടീൻ. സോ അതുകൊണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു സോസേജ് സ്റ്റഫ് ചെയ്തുകൊണ്ട് സോസേജ് ഉണ്ട് ചെയ്തിട്ട് ക്രം ചെയ്തിട്ട് നമുക്കൊരു ഫ്രൈ, ഒരു സ്റ്റാർട്ടർ പോലെ. ഓൾറെഡി സൂപ്പായി, ഇനി സ്റ്റാർട്ടർ. അപ്പോൾ സോസേജ് റെഡിയാണ്. നമ്മളിന്ന് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോസേജ് ടോ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യണം, ഒരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് മാരിനേഷൻ. നമ്മൾ നേരത്തെ സൂപ്പിന് കൊടുത്ത പോലെ തന്നെ കുറച്ച് ഗാർലിക്കും ഒലിവ് ഓയിലും സോൾട്ട് മാത്രം മതി. ലൈം ജ്യൂസ് ഒഴിക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ സ്റ്റഫ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഇതിനകത്തൊരു ബ്രസ്റ്റിന് ഒരു പോക്കറ്റ് ഉണ്ടാക്കാം. നമ്മളൊരു എഗ്ഗ് ഡിപ്പ് ചെയ്ത് ക്രം ചെയ്താൽ മാത്രം മതി. സോസേജ് നമുക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഒരു എഗ്ഗ് വേണം.
കുക്ക് ചെയ്യാനായിട്ട് പോവാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സോസോ അല്ലെങ്കിൽ എന്താണ് പിന്നെ ചെയ്യും. ഇത് കുറച്ച് നേരം ഒന്ന് ഇതിൽ തന്നെ വെച്ചിരിക്കും. റോമാങ്കോസ് വെച്ച് നമുക്ക് ഡ്രിങ്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്ത് തരത്തിലുള്ള ഇപ്പോൾ ഇത് പ്രത്യേകിച്ചും കുറച്ച് സോർ ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പീൽ ചെയ്തിട്ട് കുറച്ച് സോറിന് ലൈം ജ്യൂസും കൂടെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് ഷുഗർ ആഡ് ചെയ്യും, കുറച്ച് ഐസ് ആഡ് ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. പച്ചമാങ്ങ ജ്യൂസ്, സർബത്ത് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പച്ചമാങ്ങ സർബത്ത്. ലൈം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫാറ്റ് ബേണറാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് കുറച്ച് ലൈമും ഹണി ചേർത്ത് കഴിക്കുക. അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ലൈമും കുക്കുംബറും ജിഞ്ചറും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് കുടിക്കുക. ഇറ്റ്സ് കോൾഡ് ഡിറ്റോക്സിക് വാട്ടർ. അപ്പോൾ ആവശ്യത്തിനുള്ള ലൈം ജ്യൂസായി. ഇപ്പം 3 ലൈംസ് ആയില്ലേ, ജ്യൂസായി. ഷുഗർ ആയിട്ടുണ്ട്. നമ്മുടെ മാംഗോസ് 2 റൈപ്പ് മാംഗോസ് ഉണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. റോ മാംഗോസിൻ്റെ റൈപ്പ് മാംഗോസിൻ്റെ ഫ്ലേവർ വരും. കുറച്ച് വാനില ഐസ്ക്രീം കിട്ടും. കറി ലീവ്സ് വെച്ച് നമുക്ക് എന്താ ഒരു കറി ലീവ്സ് ഒരു കറി ഉണ്ടാക്കണം. എന്താ പറയും, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും? കറി ലീവ്സ് ഈസ് വെരി ഗുഡ് ഫോർ ദി ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ ഇതിനുള്ളിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകണമെങ്കിൽ വളരെ വെരി ഗുഡ്. റെസിസ്റ്റിംഗ് പവർ കൂട്ടും കറി ലീവ്സ്. കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കറി ലീവ്സ് വെച്ചിട്ട് ഒരു പേസ്റ്റ്, ഒരു ഗ്രീൻ കളറിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു വെറൈറ്റി ആയിട്ട് അതിലേക്ക് നമുക്ക് പിമെൻറ്റോസ് 2 ഉണ്ട്. ആ പിമെൻറ്റോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു കളർഫുൾ ഗ്രീൻ ഉണ്ട്, ഗ്രേവി ഗ്രീൻ കളറിൽ കൊടുക്കുക. യെല്ലോ ഈസ് ദയർ ആൻഡ് റെഡി പോംഫ്രെറ്റ്. അപ്പോൾ നമുക്കത് കോക്കനട്ട് മിൽക്കിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്. കറി ലീവ്സ് എടുക്കാൻ നമുക്ക് നമ്മുടെ ഗ്രീൻ ചില്ലീസ്, ജിഞ്ചർ, ഗാർലിക് ഉണ്ട്. അതൊരു മിക്സിയിലോട്ടിട്ട് പേസ്റ്റ് ചെയ്യുക. നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. പോംഫ്രെറ്റ് അതിലേക്ക് ഇട്ട് കുക്ക് ചെയ്യുക. ക്യാപ്സിക്കം ഇടുക. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്, സിമ്പിൾ.